പിന്നെ എൻ്റെ ഭർത്താവിനില്ലാത്ത, എൻ്റെ ബന്ധം തീർന്ന എൻ്റെ ഭർത്താവിനില്ലാത്ത ദണ്ണം നിങ്ങൾക്ക് ആർക്കും ഇല്ലല്ലോ. പിന്നെ നിനക്കൊക്കെ എന്തിനാണ് പറയാൻ പറ്റുക? പിന്നെ അത്ര ഇതുണ്ടെങ്കിൽ നമ്പർ അങ്ങ് തരാം, എൻ്റെ ഭർത്താവിനെ വിളിക്ക്, അല്ലെങ്കിൽ ബന്ധം തീർന്ന് എന്താണെന്ന് അന്വേഷിക്കുക, എന്നിട്ട് യൂട്യൂബിൽ കൊണ്ടുവന്ന് ഇട്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇട്. ഇങ്ങനെ ഉണ്ടല്ലോ കുറേ. ഇവൾക്ക് ഭയങ്കര അറിവുള്ളവളാണ് ഈ ഫാത്തിമ. ഇവൾക്ക് എന്തേൻ്റെ ഇതാണെന്ന് എനിക്കറിയില്ല. കാരണം എന്ന് വെച്ചാൽ ഇല്ലാ വചനങ്ങളും ഉള്ള കാര്യങ്ങളായാലും ഇല്ലാ വചനങ്ങളായാലും നമ്മൾ കുറേ ആയി എന്നെ ദ്രോഹിക്കാൻ നടക്കുന്നു. കുറേ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് നിനക്കുള്ള താക്കീതാണേടി, നീ ഓർത്തോളണം. എൻ്റെ ഇളയതാണെങ്കിലും നീ ഓർത്തോളണം, എൻ്റെ മൂത്തതാണെങ്കിലും നീ ഓർത്തോളണം. എന്നെ ഇത്താന്ന് വിളിക്കേണ്ടിയുള്ള യോഗ്യത നിനക്കില്ല. ഒരു കാര്യം പറഞ്ഞു, എന്നെക്കുറിച്ച് ഉള്ളതായാലും ഇല്ലാത്തതായാലും നിനക്കൊന്നും പറയാൻ യാതൊരു യോഗ്യത അർഹതയില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങളെയൊക്കെ ഫാമിലി നല്ലതാണെന്ന് അന്വേഷിച്ചിട്ട് മാത്രം എൻ്റെ കാര്യം പറഞ്ഞാൽ മതി. ഞാൻ എന്തായാലും അള്ളാഹ്ക്ക് നിരക്കാത്ത ഒരു കാര്യം ചെയ്യാനും പോണില്ല, ഇനി ചെയ്യേയില്ല. പിന്നെ എൻ്റെ ഇഷ്ടമാണ് എൻ്റെ ജീവിതം, നിൻ്റെ ഇഷ്ടമാണ് നിൻ്റെ ജീവിതം. അതുകൊണ്ട് നിനക്കുള്ള മറുപടിയാണ് എൻ്റെ ലൈവിൽ. ഇനി പിന്നോട്ടെന്നുള്ള ഏതെങ്കിലും ഒരെണ്ണം വന്ന് അനാവശ്യമായ രീതിയിൽ പറഞ്ഞാൽ, കെട്ടിട ജംഗ്ഷൻ പിന്നോട് പറഞ്ഞാൽ പിന്നെ അപ്പോഴും ബാക്കി ഞാൻ പറയുന്നുണ്ട്. നിനക്കെതിരെ അങ്ങ് കംപ്ലൈൻറ്റ് കൊടുക്കും ഇല്ലാവചനം പറയുന്നതിന്. പിന്നെ എൻ്റെ മക്കളെ വാപ്പ അത് പറയാൻ നിനക്കൊരു യോഗ്യതയില്ല. എൻ്റെ മക്കൾക്ക് വാപ്പ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വാപ്പമാർ ആ സമയത്ത് അവർക്ക് ഉദവിയിരിക്കും. ഇല്ലേ വേണ്ട കേട്ടാ. ഇപ്പം വാപ്പ ഇല്ല എന്ന് പറഞ്ഞിട്ട് മക്കൾ വളരാതിരിക്കുന്നില്ല. അന്തസ്സായിട്ട് തന്നെ അവർ വളരുന്നത്. അവരാരെ മുമ്പ് ഇട്ട് കൊടുത്തിട്ടൊന്നും ഞാൻ പോണില്ല. ഞാൻ ഒരു തള്ളാണ്. ഈ 3 മക്കളെ ഞാൻ ചേർത്ത് നിർത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ റബ്ബിനെ മുൻനിർത്തിയിട്ട് അള്ളാഹു തവക്കൽത്തു അലൈഹി, എപ്പോഴും എനിക്ക് അള്ളാഹ് ഉണ്ട് എന്ന് എന്നിട്ട് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് നിനക്കൊക്കെ ഉള്ളൊരു മറുപടിയാണ്, നിൻ്റെ ഫാമിലി ആദ്യം നേരെയാക്കാൻ നോക്ക്, എന്നിട്ട് എനിക്ക് തരണം റിപ്ലൈ. പിന്നെ ലൈവിൽ നീ കണ്ടു പോവരുത്. നിന്നെ ഞാൻ റിപ്പോർട്ട് അടിച്ചിട്ട് നിൻ്റെ വീട്ടിലോട്ട് ഞാൻ വരും. ഞാൻ കണ്ടുപിടിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഫാത്തിമ. പിന്നെ ഇത്താന്ന് വിളിക്കേണ്ടിയുള്ള യോഗ്യത നിനക്കില്ല. പിന്നെ നിൻ്റെ വാപ്പാന അത് വരട്ടെ, എൻ്റെ വാപ്പ ജീവിച്ചിരിക്കുകയല്ലേ. നിനക്കുള്ളൊരു മറുപടിയാണ്. പിന്നെ നീ പ്രതികരിക്കൂല എന്ന് വിചാരിച്ചിട്ട് നീ മിണ്ടാണ്ടിരിക്കുകയും വേണ്ട. ഞാൻ എൻ്റെ ഉള്ളിൽ അത്രത്തോളം നീ പറഞ്ഞതും പറയാത്തതുമായ കാര്യം ഞാൻ കുറേ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുകയാണ്. നിന്നെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് നിൻ്റെ അടുത്ത് അനാവശ്യ കാര്യങ്ങൾ വന്നിട്ട് പറയാനല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ മക്കളെ വളർത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഭൂമിയിൽ വസ്ത്രവും ഭക്ഷണവും എല്ലാം ഏകിയിട്ടാണ്. പിന്നെ എൻ്റെ നാവ്, ഞാൻ ഇന്ന് നല്ല രീതിയിൽ നിന്നില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ എന്നെ ചവിട്ടി മെതിക്കാൻ കുറേ എണ്ണം വരും. അതിനില്ല. കാരണം വെച്ചാൽ എനിക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ട്. ഞാൻ ഇന്ന് 3 മക്കളെ ഉമ്മയാണ്. അപ്പോൾ എനിക്ക് ഈമാൻ ഉറച്ചിട്ട് നിൽക്കാം. എനിക്ക് റബ്ബുണ്ട്. അതുകൊണ്ട് ഇന്ന് വരെയും അന്നത്തിനൊരു മുട്ട് വന്നിട്ടില്ല. അതിനിപ്പോൾ എങ്ങനെ ദ്രോഹിച്ചാലും ശരിയാണ്. നിനക്കൊക്കെ ഇനിയും തലയിലൊക്കെ തട്ടയിട്ടിട്ട് എന്തിനാണ് നടക്കുന്നത്? നിനക്കൊക്കെ ഇനിയും നേരെ ചൊവ്വേ നടന്നൂടെ? നാട്ടുകാരെ കുറ്റവും പറഞ്ഞ് പരദൂഷണവും പറഞ്ഞിട്ട് നടക്കാതാ. ഇങ്ങനെ കുറേ എണ്ണം ഉണ്ട്. എന്നെ പോലുള്ള കുറേ പേര് പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിലൊന്നുമില്ല, നീയൊക്കെ കയറി തലമണ്ടേ നിരങ്ങും. ആ ഒറ്റ കാരണം കൊണ്ടാണ് എന്നെ കുട്ടീനെ ഞാൻ കിഴക്കനേലെ സ്കൂളിൽ നിന്ന് മാറ്റിയത്. എന്ത് കാരണം കൊണ്ടാണ് മാറ്റിയെന്ന് അറിയാമോ? എൻ്റെ കുട്ടി എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചേണേ ഒരു ചോദ്യം. എൻ്റെ കുട്ടി, എനിക്ക് എന്ത് വന്നാലും ഞാൻ സഹിക്കും. എൻ്റെ മക്കളാ നീയൊക്കെ കാരണം. വല്ലതും വന്നാലും ഞാൻ ഒരിക്കലും ക്ഷമിക്കൂല. കാരണം എൻ്റെ യൂട്യൂബ്, എൻ്റെ നെറ്റ്, എൻ്റെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം, വേണ്ടാന്നുണ്ടെങ്കിൽ കാണണ്ട. എന്നെ ഒരുപാട് സഹായിക്കാവുന്ന നല്ല മനുഷ്യരുണ്ട്. ഈ പെണ്ണുങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പെശക്. ആണുങ്ങൾ ഡീസൻ്റാണ് എന്നാ വെച്ചിട്ട് നോക്കണമെങ്കിൽ. പിന്നെ കുറേ അധികം വന്നതുണ്ട്, അതൊക്കെ വളർത്തു ദോഷമാണ്. അതിനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നെന്താണ്, കുടുംബ കോടതിയിൽ ചെന്നാൽ എന്തിന് വന്നാലും ശരി തന്നെ. ബന്ധം സ്വരച്ചേർച്ച ഇല്ലയെന്നുണ്ടെങ്കിൽ ആരും അഹങ്കരിക്കല്ലേ. നീയൊന്നും ഒന്നിൻ്റെ പേരിൽ അഹങ്കരിക്കല്ലേ. ഒരു നിമിഷം മതി റബ്ബ് താത്താനും ഉയർത്താനും. നീ അന്നും അഹങ്കരിക്കരുത്. റബ്ബാണ് പറഞ്ഞത്. നിനക്ക് ഒരു ഇത് തന്നിട്ടുണ്ടെങ്കിൽ അത് നീ നിൻ്റെ രീതിയിൽ ജീവിക്കുക. അവരവർക്ക് അവരവരെ മതവും അവരവരെ ഇതുമാണ്. ഞാൻ ആരെയും കുറ്റം പറയാൻ പോയിട്ടില്ല. അതുകൊണ്ട് നിനക്കുള്ള താക്കീതാണ് ഞാൻ ലൈവ് ഇടും. 2-3 ദിവസം കൂടുമ്പോൾ ലൈവ് ഇടും. കാരണം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടി. ഇതിൽ നിന്നൊരു വരുമാനം കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ. ഞാനൊരു കാര്യം ഇപ്പോഴും ഞാൻ നിങ്ങളോട് പറയണം, റബ്ബിനെ സാക്ഷി നിർത്തിയിട്ട് ദ്രോഹിക്കാൻ വരരുത്. ആത്മഹത്യയുടെ ഘട്ടം വരെ ആയ സമയങ്ങളുണ്ടായിട്ട് റബ്ബ് എന്നെ പടുത്തുയർത്തി ഇവിടം വരെ എത്തിച്ച്. ഈ അരുമ മക്കളെ നോക്കാൻ വേണ്ടി എനിക്കൊരു ആയുസ്സുണ്ട്. ഞാൻ കണ്ണില്ല, കൈയില്ല, അതില്ല, ഇതില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് ഒരു വയ്യായ്മ ഉണ്ടായിരുന്നു. റബ്ബ് അത് മാറ്റി തന്ന്. ഞാൻ 4 മക്കളെ ജന്മം നൽകി. 3 മക്കളെ എനിക്ക് തന്ന് റബ്ബ്. ഇപ്പോഴും ഞാൻ ഇവിടം വരെ എത്തുന്നതിനും ഒരു കാരണമുണ്ട്. എൻ്റെ രക്തബന്ധങ്ങൾ,
എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പ എല്ലാവരും ഉണ്ട്. എൻ്റെ ഉപ്പാക്ക് ഇപ്പം രോഗിയായിട്ടിരിക്കണം. അല്ലെങ്കിൽ എൻ്റെ ഉപ്പ മതി എനിക്ക് സ്ട്രോങ്ങിന് എൻ്റെ കൂടെ നിൽക്കാൻ. ഞാൻ രാവിലെ ഉറക്കം എണീച്ചിട്ട് എൻ്റെ ഉമ്മാനെയും ഉപ്പാനെയാണ് ആദ്യം വിളിക്കുന്നത് ഞാൻ. എന്താണ് അവർക്ക് വയ്യായ്മ. ഞാൻ അതുകൊണ്ട് ഇപ്പോഴും പറയണം, റബ്ബിനെ സാക്ഷി നിർത്തിയിട്ട് പറയണം, എന്നെ ദ്രോഹിക്കാൻ വരരുത്. എന്നെ ദ്രോഹിക്കാൻ വന്നാൽ മേലിരിക്കുന്ന ഒരു റബ്ബുണ്ടല്ലേ, എൻ്റെ ജീവിതം കണ്ടിട്ട് നിങ്ങൾ ആരും ചിരിക്കേണ്ട കാര്യമില്ല. നിനക്കൊക്കെ നാളെ വരും എന്ന് ഓർക്കുക, ഖബറുണ്ടെന്ന് ഓർക്കുക കേട്ടാ. പിന്നെ എൻ്റെ ഭർത്താവിനില്ലാത്ത, എൻ്റെ ബന്ധം തീർന്ന് എൻ്റെ ഭർത്താവിനില്ലാത്ത ദണ്ണം നിങ്ങൾക്ക് ആർക്കും ഇല്ലല്ലോ. പിന്നെ നിനക്കൊക്കെ എന്തിനാണ് പറയാൻ പറ്റുക? പിന്നെ അത്ര ഇതുണ്ടെങ്കിൽ നമ്പർ അങ്ങ് തരാം, എൻ്റെ ഭർത്താവിനെ വിളിക്ക്, അല്ലെങ്കിൽ ബന്ധം തീർന്ന് എന്താണെന്ന് അന്വേഷിക്കുക, എന്നിട്ട് യൂട്യൂബിൽ കൊണ്ടുവന്ന് ഇട്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇട്. ഇങ്ങനെ ഉണ്ടല്ലോ കുറേ. ഇവൾക്ക് ഭയങ്കര അറിവുള്ളവളാണ് ഈ ഫാത്തിമ. ഇവൾക്ക് എന്തേൻ്റെ ഇതാണെന്ന് എനിക്കറിയില്ല. കാരണം എന്ന് വെച്ചാൽ ഇല്ലാ വചനങ്ങളും ഉള്ള കാര്യങ്ങളായാലും ഇല്ലാ വചനങ്ങളായാലും നമ്മൾ കുറേ ആയി എന്നെ ദ്രോഹിക്കാൻ നടക്കുന്നു. കുറേ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് നിനക്കുള്ള താക്കീതാണേടി, നീ ഓർത്തോളണം. എൻ്റെ ഇളയതാണെങ്കിലും നീ ഓർത്തോളണം, എൻ്റെ മൂത്തതാണെങ്കിലും നീ ഓർത്തോളണം. എന്നെ ഇത്താന്ന് വിളിക്കേണ്ടിയുള്ള യോഗ്യത നിനക്കില്ല. പിന്നെ എൻ്റെ സഹോദരങ്ങളടുത്ത് പറയാനൊരു കാര്യം, ഈ ഭൂമിയിൽ ഞാൻ ജീവിച്ചിരിക്കുന്നത് എൻ്റെ മക്കളെ ഓർത്തിട്ടാണ്. എനിക്കൊരു ജോലിക്ക് പോകണം. ഇപ്പോഴും എനിക്ക് മഴ പെയ്താൽ മാത്രമേ റബ്ബർ പാൽ എടുക്കാൻ പോലും. എൻ്റെ ഉമ്മാരെയും ഉപ്പാരെയും തണലിൽ ഇവരില്ല, ഇവർ കുഞ്ഞു മക്കളാണ്. ഇവർ എല്ലാവരും എനിക്ക് വളർത്തിയെടുക്കണം. എൻ്റെ മക്കളെ എനിക്ക് വളർത്തിയെടുക്കണം. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ഇവർക്ക് ആരെ മുമ്പ് കൈ നീട്ട ഇട വരുത്തരുത് എന്നാണ് പ്രാർത്ഥന. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, ദുആ ചെയ്യണം. കാര്യമുണ്ട് എൻ്റെ മേലിൽ ഞാൻ ഇത്രയും മനസ്സ് നൊന്നിട്ട് കഴിയുന്നുണ്ട്. എൻ്റെ ഉമ്മ ഉപ്പാരുടെ അടുത്ത് എനിക്ക് സങ്കടം പറയാൻ പറ്റൂല. നോവുന്നുണ്ടെങ്കിൽ നിൻ്റെയൊക്കെ നല്ല ഫാമിലി ആണെന്ന് നീ നോക്കിയിട്ട് പറയുക. ഞാൻ ഇപ്പോഴും വാണിങ്ങി തരികയാണ്. എൻ്റെ ലൈവിൽ അധികം വന്ന ഒരെണ്ണവും കയറേണ്ട കാര്യമില്ല. ഞാൻ വാണിങ്ങി ലാസ്റ്റ് തരികയാണ്. നിങ്ങൾ സഹായിച്ചാലും സഹായിച്ചില്ലെങ്കിലും. അതുകൊണ്ട് നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ആരെ ഒന്നിൻ്റെ പേരിൽ ഞാൻ ദ്രോഹിക്കാൻ വന്നിട്ടില്ല. ഞാൻ എൻ്റെ നാട്ടുകാർക്കൊരു ദ്രോഹം ചെയ്യാൻ പോയിട്ടില്ല. ഒരു നാട്ടുകാർ പറയട്ടെ ഞാൻ എന്തെങ്കിലും ചെയ്തെന്ന് അവർക്ക് വേണ്ടി. ഞാൻ എൻ്റെ മക്കളെ പറഞ്ഞിട്ട് ഞാൻ നടക്കുകയാണ്. എവിടെ പോയാലും ഞാൻ ഹോസ്പിറ്റലിൽ പോകുമോ എൻ്റെ ഉമ്മച്ചിമാരെ കാണാൻ. അങ്ങനത്തെ വീഡിയോസൊന്നും എനിക്ക് ഇടാൻ പറ്റില്ല. എൻ്റെ ഉമ്മച്ചിമാരെ മുഖമോ അത് ഹോസ്പിറ്റലിൽ ഞാൻ പുറത്ത് പോയാൽ അധികം വീഡിയോ ഇടൂല. ചിലപ്പോൾ ഷോർട്ട് എന്തെങ്കിലും ചിലപ്പോൾ ഇടും. അപ്പം നിങ്ങൾ ഓർക്കുക, ഇപ്പോഴും ഞാൻ പറയുകയാണ്, എന്നെ ദ്രോഹിക്കാൻ വരരുത്. എൻ്റെ ഭർത്താവായിരുന്ന ആൾക്ക് ഇപ്പം എനിക്ക് ഭർത്താവില്ല. ആൾക്ക് ഇല്ലാത്ത ദണ്ണമൊന്നും നിങ്ങൾക്ക് വേണ്ട. കാരണം നിങ്ങളെ ഒന്നിട്ട് എൻ്റെ കല്യാണത്തിന് ക്ഷണിച്ചിട്ടുമില്ല ഞാൻ. അതുകൊണ്ട് എനിക്ക് വന്നിട്ട് അനാവശ്യ രീതിയിലും ഇല്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചാൽ ബാക്കി ഞാൻ അപ്പോഴും പറയുന്നുണ്ട്, ഇപ്പോഴല്ല. നിൻ്റെ കുടുംബകാര്യം വരെ ഞാൻ ഇതിനകത്ത് എടുത്തങ്ങ് ഇട്ടുകളായി. നീ നല്ലവളാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ, ശരിയുള്ള കാര്യം എന്നുണ്ടെങ്കിൽ ഓക്കെ. പിന്നെ എൻ്റെ മക്കൾക്ക് നിങ്ങൾ ആരെന്ത് വിചാരിച്ചാലും അള്ളാഹു അവർ ഈ ഭൂമിയിൽ വളരുന്നുണ്ടെങ്കിൽ അവർക്ക് ഏകിയിരിക്കും. ഞാൻ എൻ്റെ മക്കളെ വളർത്തും ഇൻഷാ അള്ളാഹ്. അൽഹംദുലില്ലാ. എനിക്ക് ഈ ദുനിയാവുണ്ടല്ലോ, ഇത് ഇത്രയും കഷ്ടപ്പാടെങ്കിൽ എന്നെ ഖബറിൽ കൂട്ടിക്കൊണ്ടു എനിക്കൊരു പൊന്നു മോനുണ്ട്. അത് നിങ്ങൾക്ക് അറിയാമോ? എനിക്ക് എന്ത് കണ്ണീര് വന്നാലും നിങ്ങൾ ആരും അതിന് താങ്ങാൻ നിൽക്കേണ്ട. ഞാൻ ഇപ്പോഴും പറയുന്നു. ഞാൻ എൻ്റെ കൂട്ടുകാരിയുടെ അടുത്ത് രാവിലെ വിളിച്ചിട്ട് എൻ്റെ സങ്കടം പറഞ്ഞു. എടി ഇങ്ങനെയാണ്. നിങ്ങൾ പറഞ്ഞു നീ ക്ഷമിച്ച് ഇവിടം വരെ നീ എത്തിയില്ലേ, നാട്ടുകാരില്ലേ, പോട്ടെ. പക്ഷെ എനിക്ക് അങ്ങനെ പറയാതിരിക്കാൻ പറ്റൂല. എനിക്കൊരു മനസ്സുണ്ട്, എനിക്കൊരു മനസാക്ഷിയുണ്ട്. ഞാൻ എൻ്റെ മക്കളെ വളർത്തുന്നതിന് എനിക്കൊരു ആരോഗ്യം വേണം. അതുകൊണ്ട് നിങ്ങൾ ഓർക്കുക, ഇപ്പോഴും ഞാൻ പറഞ്ഞു, നിങ്ങൾ ഓർക്കുക, ഒന്നിൻ്റെ പേരിൽ എന്നെ ദ്രോഹിക്കരുത്. ഒന്നിൻ്റെ പേരിൽ ഞാൻ നിങ്ങൾക്ക് ആർക്കൊന്നും ചെയ്യാൻ വന്നിട്ടില്ല. എൻ്റെ ലൈവ് എന്ന് പറയുന്നത് ഞാൻ കുറച്ച് നേരം സംസാരിക്കാനായിട്ട് കയറുന്നത്. അതൊരു അനാവശ്യ കാര്യ രീതിയിലല്ല. നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്ന ഒരു അള്ളാനെ ഓർത്തിട്ട് സഹായിക്കുക. ഉപ്പാക്ക് ജോലിക്ക് പോകാൻ പറ്റൂല. അപ്പം നിങ്ങൾ ഓർക്കുക എൻ്റെ അവസ്ഥ. കയറിപ്പോയി 3 മക്കളാണ്. ഗ്യാസ് എല്ലാം പൈസ കൊടുത്താണ് മേടിക്കേണ്ടിയുള്ളത്. എന്നെ കൊണ്ട് പറ്റുന്നില്ല. എനിക്ക് ആരും